കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന നിലമ്പൂരിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി ഫലം വരുന്ന തിങ്കളാഴ്ച വരെ കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും സമയമാണ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും LDFന്റെ M സ്വരാജും സ്വതന്ത്രനായ PV അൻവറും തികഞ്ഞ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. 15,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്നാണ് UDF ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഭൂരിപക്ഷം പ്രവചിക്കാൻ LDF ക്യാമ്പോ M സ്വരാജോ തയ്യാറല്ല. തങ്ങൾ മികച്ച വിജയം നേടുമെന്ന് മാത്രമാണ് സ്വരാജും ഇടത് നേതാക്കളും പറയുന്നത്. മറ്റൊരു വശത്ത് PV അൻവർ ആകട്ടെ ആളെ കൂട്ടി കാൽനടയായി തിരുവനന്തപുരത്തേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. മാത്രമല്ല, തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷവും ഇടത് വലത് മുന്നണികൾക്ക് ലഭിക്കാവുന്ന വോട്ടും PV അൻവർ പ്രവചിച്ചിരിക്കുകയാണ്. 100% താൻ തന്നെ വിജയിക്കുമെന്ന് PV അൻവർ ആവർത്തിക്കുന്നു. 75,000 വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് പോളിംഗിന് മുൻപ് പറഞ്ഞത് ഇനിയും കൂടാനാണ് സാധ്യതയെന്ന് അൻവർ പറയുന്നു. പഞ്ചായത്തുകളിൽ പോയപ്പോൾ പ്രവർത്തകർ പറയുന്നത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ്. അവർ ഇപ്പോഴാണത് കാണുന്നത്. താൻ മുൻപേ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണക്കുകൂട്ടിയാണ് 75,000 വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞത്. പോൾ ചെയ്ത 1,70,000 വോട്ടിൽ ഒരു 10,000 വോട്ട് SDPI, BJP, നോട്ട് അങ്ങനെ പോകും. ബാക്കി വോട്ടുകളിൽ CPMന് 35,000 വോട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. UDFന് 45,000 വോട്ടും ലഭിക്കും. 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കും. ഇവിടുത്തെ ട്രെൻഡും തന്റെ മുൻ പരിചയവുമൊക്കെ വെച്ചിട്ടുള്ള ഒരു കണക്കാണിത്. പിന്നെ ആളുകൾ ഒരിക്കലും ഒന്നായി പറ്റിക്കില്ലല്ലോ എന്നും PV അൻവർ പറയുന്നു. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.